കൊള്ളക്കാർ ജെന്നിഫറിന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടുകയും അവളെ ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. ജെന്നിഫർ അവരെ തട്ടി ദൂരേക്കെറിയുന്നു. ക്ലോറോഫോമിന്റെ ഉപയോഗത്താൽ മയങ്ങിയിരുന്ന അവൾ ശാന്തതയോടെ കട്ടിലിൽ അവരെ എഴുന്നേറ്റിരുന്ന് നോക്കി. ഇതേസമയം ശക്തനായ അയാൾ അവളുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നു. അയാളെയും അവൾ തട്ടിത്തെറിപ്പിച്ച് ആ സ്ത്രീയെയും വീണ്ടും തട്ടിത്തെറിപ്പിച്ചിടുന്നു. ഇതേസമയം കൊള്ളക്കാർ പണക്കാരനെ തട്ടിക്കൊണ്ടുപോയി എന്നവൾ മനസ്സിലാക്കുകയും അയാളെ രക്ഷിക്കാനായി അവൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. ഇതേസമയം പുറകിൽ നിന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. മുഖംമൂടി ധരിച്ച അജ്ഞാതയായ സ്ത്രീ കോടീശ്വരനെ രക്ഷിക്കുന്നു. കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കോടീശ്വരനെ അവൾ ഒരു ഒളിത്താവളത്തിലേക്ക് മാറ്റുന്നു. ഇതേസമയം കോടീശ്വരൻ അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷേ സ്റ്റാഫ് അതിന്റെ ഇടയ്ക്ക് കയറി വന്ന് തടസ്സപ്പെടുത്തി. മാസ്ക് വെച്ചിരിക്കുന്ന ഈ പെൺകുട്ടി ഐശ്വസുന്ദരിയായിരിക്കുമോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ജെന്നിഫറിന്റെ റൂമിലേക്ക് പോയി. പക്ഷേ അസാധാരണമായി ഒന്നും അയാൾക്ക് അവിടെ കണ്ടെത്താനായില്ല. കോടീശ്വരൻ വളരെ അമ്പരന്നു. ജെന്നിഫർ വളരെ ക്യൂട്ടാണെന്നും സുന്ദരിയാണെന്നും അയാൾക്ക് മനസ്സിലാവുന്നു. ഇതേസമയം മുഖംമൂടി വെച്ചിരിക്കുന്ന പെൺകുട്ടി വളരെ ധൈര്യശാലിയാണെന്നും ഹോട്ടാണെന്നും അയാൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ അയാൾക്ക് മനസ്സിലാവുന്നില്ല ജെന്നിഫർ അവളുടെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ചാണ് അയാളെ രക്ഷിച്ചതെന്ന്. 1000 വർഷം പഴക്കമുള്ള ഈ ഐശ്വസുന്ദരി ഇനി എന്തൊക്കെ രഹസ്യങ്ങളാണോ എന്തോ ഒളിച്ചു വെച്ചിരിക്കുന്നത്.